നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസം മാസ്റ്റർ പ്ലാനിന് മന്ത്രിസഭാ യോഗം ഇന്ന്. വയനാട് മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് ഇന്ന് അന്തിമ രൂപരേഖയാകും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിന് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. 2 ടൗൺഷിപ്പുകളിലായി 1000 ചതുരശ്ര അടിയിൽ ഒറ്റ നിലയുള്ള വീടുകളാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി 750 കോടി രൂപയുടെ ചിലവാണ് പ്രതീക്ഷിക്കുന്നത്. വീടുകളുടെ ഡിസൈൻ കിഫ്ബിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിർമ്മാണത്തിന്റെ ചുമതല ആരെ ഏൽപ്പിക്കണം എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. ഡിസംബറിലെ റേഷൻ വിതരണം നാളെ വരെ നീട്ടിയതായി മന്ത്രി GR അനിലിന്റെ ഓഫീസ് അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്താൻ വൈകിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട 3-ന് റേഷൻ കടകൾക്ക് അവധി നൽകും. ജനുവരിയിലെ റേഷൻ വിതരണം 4-ന് ആരംഭിക്കും. ജനുവരിയിൽ വെള്ളക്കാർഡ് ഉടമകൾക്ക് റേഷൻ വിഹിതമായി 6 കിലോഗ്രാം അരി ലഭിക്കും. കിലോയ്ക്ക് 10.90 രൂപ നിരക്കിലാണ് വിതരണം. നീലക്കാർഡ് ഉടമകൾക്ക് അധിക വിഹിതമായി 3 കിലോഗ്രാം അരിയും ഇതേ നിരക്കിൽ നൽകും. അതേസമയം നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ സാധാരണ വിഹിതമായും ലഭിക്കും. കോളേജിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം. കോളേജ് ഉടമയുടെ ഫോണിൽ ആത്മഹത്യാക്കുറിപ്പ്. തിരുവനന്തപുരം കരകുളത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ മൃതദേഹം കോളേജ് ഉടമ അബ്ദുൾ അസീസ് താഹയുടേത് തന്നെയെന്ന് കൂടുതൽ തെളിവുകൾ പുറത്ത്. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലെ ഗാലറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. മരണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇത് നേരത്തെ തയ്യാറാക്കിയ കുറിപ്പാണെന്ന് പോലീസ് വ്യക്തമാക്കി. മൊബൈൽ ഫോണിൽ നിന്ന് മറ്റ് ദൃശ്യങ്ങളൊന്നും കണ്ടെടുക്കാനായില്ല. ഒരാഴ്ചയ്ക്കകം DNA ഫലം എത്തും. കൂടുതൽ വ്യക്തതയ്ക്കായി DNA ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. പുതുവത്സരാഘോഷത്തിനായി എത്തി കാർ കൊക്കയിലേക്ക് വീണ് യുവാവിന് ദാരുണാന്ത്യം. ഇടുക്കി കുട്ടിക്കാനത്ത് കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. പുതുവത്സരാഘോഷത്തിനെത്തിയപ്പോഴായിരുന്നു അപകടം. 20 അംഗ സംഘവുമായി പുതുവത്സരം ആഘോഷിക്കാനായി കുട്ടിക്കാനത്തെത്തിയതായിരുന്നു ഫൈസൽ. ഇതിനിടെ ഫോൺ കോൾ വന്നപ്പോൾ വിളിക്കാനായി വാഹനത്തിൽ കയറി. ഈ സമയം അബദ്ധത്തിൽ കൈതട്ടി ഗിയർ മാറുകയായിരുന്നു. ഇതോടെ വാഹനം 350 അടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഫയർഫോഴ്സും പോലീസും നടത്തിയ തെരച്ചിലിൽ ഇന്ന് രാവിലെയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. രാജേന്ദ്ര ആർലേക്കർ ഇന്ന് സംസ്ഥാനത്തെത്തും. സത്യപ്രതിജ്ഞ നാളെ. കേരളത്തിന്റെ നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് സംസ്ഥാനത്തെത്തും. വൈകിട്ട് 5-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന രാജേന്ദ്ര അർലേക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. നാളെയാണ് ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. വ്യാഴാഴ്ച രാവിലെ 10:30-ന് രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാറിന് മുമ്പാകെയാണ് രാജേന്ദ്ര അർലേക്കർ സത്യപ്രതിജ്ഞ നടത്തുക. ബീഹാറിൽ നിന്നാണ് രാജേന്ദ്ര അർലേക്കറെ കേരള ഗവർണറായി മാറ്റി നിയമിച്ചത്.